കേരളത്തിന്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം. ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞു. നിങ്ങളുടെ കൂടെ ഞാൻ റീനു. പറയാന്നോർത്ത് വെച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ വിചാരിക്കും പറയാൻ എന്തിരിക്കുന്നു, അവനെന്തായാലും എൻ്റെ അല്ലേ. എന്നിട്ട് അവസാനം എന്താവും, അവനെ നല്ല വല്ല പെൺപിള്ളേരും തട്ടിക്കൊണ്ടുപോകും. നമ്മൾ പെൺപിള്ളേർ എനിക്കറിയാലോ, നമ്മൾ പ്രണയം തുറന്ന് പറയാത്ത ആ കീഴ്വഴക്കം കളയണ്ടെന്ന് ഓർത്തിട്ടാ. ആൺകുട്ടികൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണമെന്നാണല്ലോ പണ്ടേ ഉള്ളി കിടക്കുന്നത്. നമ്മളെങ്ങനെ പറയും? മോശമല്ലേ? അവൻ എന്ത് വിചാരിക്കും? പറഞ്ഞിട്ടാ ഇഷ്ടം പോയാലോ? തൻ്റെടിന്ന് വിളിച്ചാലോ? ഇതൊക്കെയാ ശരിക്കും നമ്മൾ പെൺപിള്ളേരുടെ പേടി. നമ്മളാലാവുന്ന എല്ലാ രീതിയിലും നമ്മൾ ശ്രമിക്കും അവരെ കൊണ്ട് അതൊന്ന് പറയിപ്പിക്കാൻ. എന്നിട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പറയാതെ ആ പ്രണയം നഷ്ടപ്പെടും. ഇങ്ങനെ പറയാതെ നിങ്ങൾക്കൊരു പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് പറയൂ. 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ആൺകുട്ടികൾ തുറന്നു പറയട്ടെ എന്ന് ഓർത്തിട്ടാ ഞങ്ങൾ പെൺപിള്ളേർ പ്രണയം തുറന്നു പറയാത്തെ. എന്നാൽ ആൺപിള്ളേരോ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്നറിയോ? എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്കത് അറിയുകയും ചെയ്യാം. എല്ലാ ദിവസവും പല പല രീതിയിൽ ഞാനത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പിന്നെന്താ, എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? ഇങ്ങനെ വിചാരിച്ചിട്ടേ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് ഒരുത്തൻ വന്ന് പ്രപ്പോസ് ചെയ്തു. ആ കഥ കേൾക്കണോ? ഇവർ തമ്മിൽ 11th തൊട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു. ഭയങ്കര ഫ്രണ്ട്സാ, എല്ലാ കാര്യവും ഷെയർ ചെയ്യും. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇഷ്ടമാണെന്ന്. എന്നെ തുറന്നു പറഞ്ഞില്ല. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞു. അവക്കറിയാലോ എന്നോർത്ത് അവനും, അവൻ പറയട്ടെ എന്നോർത്ത് അവള് വരുന്നു. അവസാനം ഇവൾക്കൊരു പ്രപ്പോസൽ വന്നു. ഇനിയെങ്കിലും അവനൊന്ന് പറയട്ടെ എന്നോർത്തിട്ട് അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ദേ എനിക്കൊരു കല്യാണാലോചന വന്നു. അവനാണെങ്കിലോ പൊട്ടൻ, അതൊരു തമാശയായിട്ടെടുത്തു. 2 ആഴ്ച കഴിഞ്ഞിട്ട് അവൻ ഇവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് കല്യാണം കഴിച്ചാലോ. അപ്പോഴത്തേനും എന്താ, അവളുടെ കല്യാണം വേറെ ഉറപ്പിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഈ കസിന് ഇവൻ വെച്ച ജീവനായിരുന്നു. പക്ഷെ മറ്റൊരാൾക്ക് കൊടുത്ത ഒരു വാക്ക് പിൻവലിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. ഇതില് ആരെയാ കുറ്റം പറയാ? എത്ര വർഷത്തെ പ്രണയമാ 2 പേർക്ക് നഷ്ടമായ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ്. അവിടെ ഞാൻ റീനു, എൻ്റെ കൂടെ രശ്മി. ഹായ് രശ്മി. ഹലോ. പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ ഉണ്ട്, പ്രണയിച്ചിട്ടുണ്ട്. എത്ര തവണ എന്ന് ചോദിക്കാവോ? കൗണ്ട്ലെസ്. ഇത്രയധികം പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തുറന്നു പറയാതെ ഒരു പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ ഒരു വിഷമം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. എനിക്കതിന്റെ കഥ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ടല്ലോ. അത് എന്റെ വീട്ടിനടുത്തുള്ള ചേട്ടനാണ്. എന്നെക്കാട്ടിലും 10 വയസ്സിന് മൂത്ത ചേട്ടനാ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എനിക്ക് രാവിലെ എഴുന്നേറ്റാ പുള്ളിക്കാരനെ കാണണം. ഭയങ്കര പറയാനൊന്നും ഞാൻ പോയില്ല, കാരണം പെൺപിള്ളേർ സാധാരണ അങ്ങോട്ടേ ഒരു പറയുന്നത് അത്ര നല്ലതല്ലല്ലോ. ശരിയാണ്, പലരുടെയും ചിന്താഗതിയാണ്. എന്നിട്ട് ഞാനിങ്ങനെ പറയാമെന്ന് വിചാരിച്ചിരുന്നു. പറയാൻ പോകുന്നതിന്റെ ആ ദിവസം എൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, പുള്ളിക്കാരന്റെ കല്യാണമാണ്, കല്യാണ പെണ്ണ് വേറെ ആരുമില്ല, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോള്. പറയാഞ്ഞത് വളരെ നന്നായി. ഞാൻ ആ കല്യാണത്തിന് പിന്നെ പോയിട്ടില്ല. ആ കാര്യം കൂടെ ആലോചിക്കണം. അത് സങ്കടകരമായ സിറ്റുവേഷനാണ്. ഇഷ്ടപ്പെട്ടയാള് നമ്മുടെ ചേട്ടനായിട്ട് വീട്ടിൽ കയറി വരിക. അവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോ എനിക്കറിയില്ല എന്താ എനിക്ക് പറ്റുന്നത്. ഭയങ്കര വിഷമമാണ് എനിക്ക്. പോട്ടെ രശ്മിയുടെ ആള് വരാനിരിക്കുന്നേ ഉള്ളൂ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ കൂടെ ഇങ്ങനെ സംസാരിക്കണോ? ഒരു എക്സ്പീരിയൻസ് പറയണോ? എന്നാ 56070 മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്. ഇഷ്ടം തോന്നുന്നയാള് അങ്ങ് തുറന്നു പറയണമെന്നേ. ആൺ പെൺ വ്യത്യാസമൊക്കെ നോക്കുന്നെന്തിനാ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു പറയുന്നു, പ്രണയത്തിൽ 2 മനസ്സുകൾക്ക് പ്രാധാന്യം, അല്ലാതെ വ്യക്തികൾക്കല്ല. നഷ്ടപ്രണയങ്ങള് ഇന്നും വേദനയല്ലേ? പറയാതെ അറിയാതെ അറിയിക്കാതെ പോകുന്ന പ്രണയം എത്ര കാലം ജീവിക്കുവോ
അത്രയും നാളും അത് മനസ്സിനുള്ളിൽ കിടക്കും. നമ്മൾ എന്തിനാ ഈ പഴയ കീഴ്വഴക്കങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത്? അന്നത്തെ കാലത്ത് ആൺകുട്ടികൾ പ്രപ്പോസ് ചെയ്തു, ഇന്നത്തെ കാലത്ത് നമ്മൾ മുൻകൈ എടുക്കണം. മറ്റേയാൾ പറയട്ടെ എന്നും പറഞ്ഞ് നോക്കിയിരുന്ന ഇഷ്ടപ്പെടുന്ന ഈ ആളെ നമുക്കല്ലേ നഷ്ടപ്പെടുന്നത്? ലവ് ബൈറ്റ്സ് ചെയ്യുന്ന ഇന്ന് രാത്രി പോകുമ്പോൾ റീനു പറയാ, ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.